പാകിസ്ഥാൻ വായ്പയെടുത്തും ഭീകരവാദ പ്രവർത്തനം നടത്തിയും ആയുധങ്ങൾ ശേഖരിച്ചു. അത് വാങ്ങുന്നതോ ചൈനയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായത്. ചൈന കൊടുത്തത് മുഴുവൻ ആക്രി സാധനങ്ങളാണ്, അതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് മനസ്സിലായതിന് പിന്നാലെയല്ലേ ഇപ്പോൾ അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് ആയുധങ്ങൾ വാങ്ങാനായി. അതെ, ചൈന കൊടുത്ത ആയുധങ്ങളും യുദ്ധോപകരണങ്ങളുമൊക്കെ മൂന്നാം കിട സാധനങ്ങളാണ് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ മാത്രമല്ല, ലോകം മുഴുവനും അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ചൈനയ്ക്കുണ്ടായ തിരിച്ചടി വളരെ വലുതാണ്. ചൈനയുടെ ഈ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്, ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കൂടി പങ്കാളിത്തമുള്ള കമ്പനികളുണ്ട്. അവിടെ അങ്ങനെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും ഗവൺമെൻറ്റും കൂടി ചേർന്നായിരിക്കും ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നത്. അവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മുതലാളി എന്നാണ് അർത്ഥം. എന്തായാലും അത്തരം കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിയുന്ന കാഴ്ചയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം കണ്ടത്. ഇപ്പോഴും അവർ അതിൽ നിന്ന് കരകയറിയിട്ടില്ല. കനത്ത തിരിച്ചടിയാണ് ചൈനയ്ക്ക് ആ രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, യുദ്ധോപകരണങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ ഇപ്പോൾ ലോകത്ത് ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ്. ആരും അതിനുവേണ്ടി സമീപിക്കുന്നില്ല. അതേസമയം ഇന്ത്യക്കും അമേരിക്കയ്ക്കുമൊക്കെ ആ രംഗത്ത് ഇന്ത്യക്ക് വലിയ കുതിപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുന്നുണ്ട്. റഷ്യയ്ക്കും പരിക്കുകളില്ലാതെ പോകാൻ കഴിയുന്നുണ്ട്. ഇതിൽ നേട്ടമുണ്ടായത് ഇന്ത്യക്കാണ്. ഈ പാകിസ്ഥാനാകട്ടെ ഈ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവരെല്ലാവരും ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ചൈനയും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഈ ചൈനയും അമേരിക്കയും ഇത് കൊടുക്കാത്ത മറ്റു ചില രാഷ്ട്രങ്ങളുണ്ട്, അവിടേക്ക് ഇത് കുറച്ചുകൂടെ വില കൂട്ടി ഇവർ വയ്ക്കും. ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടയ്ക്ക് ഉക്രൈനിന് വലിയ തോതിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്തത് പാകിസ്ഥാനാണ്. വലിയ രീതിയിൽ പാകിസ്ഥാൻ അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. ഇവിടെ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ചൈനയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക് ഗുണനിലവാരമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രതിനിധി സംഘം അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. UN-ലും മറ്റുമൊക്കെ അവർ പോയിരുന്നു. വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടുന്ന സംഘം അമേരിക്ക സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർശന വേളയിൽ അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ വേണം, ഇന്ത്യയിൽ നിന്ന് വലിയ ഭീഷണി ഞങ്ങൾ നേരിടുന്നുണ്ട്, അതുകൊണ്ട് ഈ നിലവിൽ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ നേരിടാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കണം എന്നാണ്. സഹായ വിലയ്ക്ക് ആയുധങ്ങൾ നൽകണം എന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സത്യത്തിൽ ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ ചൈനയുടെ J-10, J-17 എന്നൊക്കെ പറയുന്ന യുദ്ധവിമാനങ്ങളടക്കം മിസൈലുകളടക്കം ഒരു പ്രയോജനവും പാകിസ്ഥാന് ചെയ്തില്ല എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത് പോലെയാണ് ഈ നടപടിയെ ചൈന കാണുന്നത്. കാരണം ചൈനയ്ക്ക് പാകിസ്ഥാനെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ അതൊരു പട്ടിണിയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ നിന്നാണ് അവർ ഇതര ഭീകര പ്രവർത്തനങ്ങളിലൂടെയും പ്രധാനമായി IMF ലോൺ വായ്പയെടുത്തും ഇത്തരം ആയുധങ്ങൾ വാങ്ങുകയും പിന്നെ അത് പൊട്ടാതിരിക്കുമ്പോൾ അവർക്ക് വേറെ വഴിയില്ലല്ലോ. അല്ല, അത് പൊട്ടാതിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുമ്പോൾ, അതായത് ഇന്ത്യയെ നേരിട്ടപ്പോൾ അത് അതിർത്തി കടന്ന് ഇന്ത്യയുടെ ആകാശ അതിർത്തി പോലും ഭേദിച്ച് ഇപ്പുറത്ത് വരാൻ ഇന്ത്യ സമ്മതിച്ചില്ല. അപ്പുറത്ത് വെച്ച് തന്നെ, അതായത് പാകിസ്ഥാനുള്ളിൽ വെച്ച് തന്നെ അതിനെ തകർത്ത് കളയുന്ന കാഴ്ച, ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അതിനെ തകർത്ത് കളയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അപ്പോൾ ഇന്ത്യ എന്തുമാത്രം ഈ കാര്യത്തിൽ മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത് അമേരിക്കയ്ക്കും പാകിസ്ഥാനുമാണ്. നമ്മൾ ഈ സാധാരണ ഈ മോക്ക് ഡ്രില്ലൊക്കെ നടത്തുമല്ലോ, സൈന്യം ഈ പരിശീലനം നടത്തും, ഈ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സൈന്യവുമായി ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസം എന്നാണ് നമ്മളതിന് പറയുക. അപ്പോഴൊക്കെ കാണിക്കുന്ന സാധനങ്ങളെല്ലാം ശരിക്കും അത് ഒറിജിനൽ ആകണമെന്നില്ല. മാത്രമല്ല, നമുക്ക് എത്ര സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ടോ അത് മുഴുവനും നമ്മളവിടെ എടുത്ത് പ്രദർശിപ്പിക്കണമെന്നില്ല. അവിടെയൊക്കെ നമുക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് നേരെ വരുന്ന ഏത് ആക്രമണത്തെയും നമ്മൾ എന്ത് വില കൊടുത്തും തകർക്കും. ഇവിടെ അത് വളരെ കൃത്യമായിട്ട് ലോകം കണ്ടു, അനുഭവിച്ചറിഞ്ഞു. പാകിസ്ഥാൻ അവിടെ നിന്ന് ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മളെ ആക്രമിച്ചു.
പക്ഷെ ഒന്നിനും അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല. അത്ര ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് മനസ്സിലായി ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, അത്യാവശ്യം എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലായി. അത് തന്നെ നമ്മൾ കര വ്യോമ സേനകളുടെ ആണ് പ്രവർത്തനം അവിടെ ഏകോപിപ്പിച്ചത്. നേവി, നാവികസേന അപ്പുറത്ത് കടലിൽ നങ്കൂരമൊക്കെ ഇട്ടെങ്കിലും അവിടെ നിന്ന് ഒരു നീക്കവും നടന്നില്ല. ശേഷം അതിന്റെ മേധാവി തന്നെ പറയുന്നത് കേട്ട്, ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നു അത് പാകിസ്ഥാൻ അറിയാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. അപ്പോഴും നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടതൊക്കെ രഹസ്യമാക്കി വെച്ചു. എന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിലൂടെ ശരിക്കു പറഞ്ഞാൽ ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല ചൈനയും അമേരിക്കയും. അമേരിക്കയുടെയും ഒരു യുദ്ധവിമാനം തലമുറയിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ഒരു യുദ്ധവിമാനം അടിച്ചിട്ടു ഇന്ത്യ. മാത്രമല്ല അമേരിക്കയ്ക്ക് പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പാകിസ്ഥാനിൽ അമേരിക്ക ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നേരിട്ട് കയറി ആ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ച് നിലം പരിശാക്കാൻ നമുക്ക് സാധിച്ചു. അതൊരു ചെറിയ നേട്ടമല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അപകടം മനസ്സിലായി. ഇനി ചൈനയെ നമ്പിയിരുന്നാൽ അത് ഉജ്ജ്വലമായിരിക്കും എന്ന് പണ്ടൊരു സിനിമയിൽ ജഗതി പറയുന്നത് പോലെ അതിവിടെ പാകിസ്ഥാന് മനസ്സിലായി. ചൈനയെ നമ്പിയാൽ അത് ശരിയാവില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അവർ അതുകൊണ്ടാണ് അമേരിക്കയെ സമീപിച്ച് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വേണം, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, സഹായിക്കണം, ഇന്ത്യ വലിയൊരു ഭീഷണിയാണ് എന്നൊക്കെയുള്ള ആ അവകാശങ്ങളുമായിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ലോക ഈ യുദ്ധോപകരണങ്ങളുടെ വിപണിയിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയ്ക്കും വലിയ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ചൈനയേക്കാൾ താരതമ്യേന ഗുണനിലവാരം കൂടിയ യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും അമേരിക്കയുടെ കൈവശമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ പാകിസ്ഥാൻ ഈ വായ്പ IMF-ൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വായ്പകൾ ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിരിക്കും ശ്രമിക്കുക. അത് ഈ വരാൻ പോകുന്ന അത് തന്നെ ആയിരിക്കല്ലേ അമേരിക്കയുടെ ലക്ഷ്യം? അതല്ലേ ഇന്ത്യ എതിർത്തിട്ട് പോലും IMF അതെ വായ്പ നൽകുന്നത്. IMF മാത്രമല്ല, അമേരിക്ക തന്നെ പല രീതിയിൽ പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഉദ്ദേശം ഇതാണ്, ആയുധ കച്ചവടമാണ്. കാരണം ഈ ഏഷ്യയിൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിക്കരുത് എന്ന് അമേരിക്കയിൽ ആഗ്രഹിക്കുന്ന വലിയ ഒരു വ്യാപാര ശൃംഖല തന്നെ ഉണ്ട്. ഈ യുദ്ധോപകരണങ്ങളുടെ ആ മേഖലയിൽ ഒരു വലിയ വ്യാപാര ശൃംഖല തന്നെ അവർക്കുണ്ട്. അവരുടെ ആഗ്രഹം ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിക്കരുതെന്നാണ്. അത് ഇങ്ങനെ നീണ്ടു പോകണം എന്നും അവർ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ കച്ചവടം നടക്കണമല്ലോ, വെള്ളം കൂടി മുട്ടരുത്. അതിനു വേണ്ടിയിട്ടാണ്. അല്ല, അത് പണ്ടത്തെ പോലെയല്ലല്ലോ. ഇന്ത്യ പുറത്തു നിന്ന് വാങ്ങുന്നത് കുറച്ച് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാൻ വാങ്ങും. പാകിസ്ഥാൻ അതിനുള്ള യാതൊരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അമേരിക്കയിൽ നിന്ന് യുദ്ധോപകരണങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുമുണ്ട്. കാരണം അമേരിക്ക പാകിസ്ഥാന് പണം നൽകും, ഇവർ ആയുധത്തിലൂടെ അത് തിരിച്ചെടുക്കും, ആ പണം തിരികെ വാങ്ങും. അതുകൊണ്ട് ഈ കൊടുത്ത പണത്തിന്, കടം കൊടുത്തിരിക്കുന്നതിന് പകരം പാകിസ്ഥാനിലെ ധാതുക്കൾ, അവിടുത്തെ വിഭവങ്ങൾ ഒക്കെ കൊള്ളയടിക്കുകയും ചെയ്യും. ഇത് സത്യത്തിൽ ഇതൊരു പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന പാകിസ്ഥാനെ കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കി അവിടുത്തെ ധാതു സമ്പത്ത് അടക്കം കൊള്ളയടിക്കാനുള്ള അമേരിക്കയുടെ ഒരു നീക്കം മാത്രമാണ്. അതിലവർ വിജയിക്കുകയും ചെയ്യും. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് കടുത്ത ഇന്ത്യ വിരോധവും ഈ പറയുന്ന ഒരു ഇന്ത്യയോടുള്ള വെറുപ്പും മുൻനിർത്തി അവർ വളരെ കൃത്യമായിട്ട് ഈ അമേരിക്ക ഉണ്ടാക്കുന്ന ഒരുക്കുന്ന കെണിയിൽ കൊണ്ട് തലവയ്ക്കുകയും ചെയ്യും.